സോ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും വെൽക്കം വെൽക്കം വെൽക്കം. വാൾപേപ്പറിന്റെ സൗണ്ട് ഞാൻ ഓഫ് ചെയ്തു ഗൈസ്. എല്ലാവർക്കും വെൽക്കം സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും വെൽക്കം. അണ്ണ ഇന്ന് 5-ൽ വന്നു തോന്നു. ഞാൻ 5-ൽ വരാനോ? 5-ൽ വന്നിട്ട് ഞാൻ തിരിച്ച് ഇവിടെ വരാനോടാ? പോടാ അവിടുന്ന്. 5-ലൊന്നും വന്നില്ല ഗൈസ്. എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച് ഗൈസ്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്, മീൻസ് എലോട്ട്. എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും വെൽക്കം. 3D പ്രിന്റർ ക്ലാസ്, 3D പ്രിന്റർ ക്ലാസ് ഒക്കെ ഉണ്ട്. അതിന്റെ ഒരു ചെറിയൊരു പോസ്റ്ററോട് പ്രിന്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ തീരും, ഇപ്പൊ തീർന്നിട്ട് കാണിക്കും. 2 മിനിറ്റ് ഗൈസ്. എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഇതിപ്പോ സ്ഥിരം ലൈവ് ആണല്ലോ ഒന്ന് വരണ്ടേ? അങ്ങനെ സ്ഥിരം ലൈവ് ഇടണ്ടെന്നാണ് പറയണത്. അപ്പൊ ലൈവ് ഇടണ്ട എന്നാണ് പറയണതല്ലേ? അത് കൊള്ളാം ഗൈസ്. എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും വെൽക്കം. TKM കോളേജിൽ നാളെ സെറ്റ് അല്ലേ? നാളെ 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 ലൈവ് ഇല്ല ഗൈസ്. നാളെ ലൈവ് ഇല്ല കേട്ടോ. നാളെ നാട്ടിൽ പോവാ. നാളെ അല്ല, ഇന്ന് നാട്ടിൽ പോവാ. ഇന്ന് ഈ ലൈവ് കഴിഞ്ഞിട്ട് ഉടനെ നാട്ടിൽ പോവാ. നാട്ടിൽ പോയിട്ട് നാളെ ഒരു ദിവസം ഉണ്ടാവില്ല, മറ്റന്നാൾ ഒക്കെ ഉണ്ടാവും. നാളെ ഉണ്ടാവത്തില്ല. ഇന്ന് ഞാൻ നാട്ടിലോട്ട് പോവാ. നാട്ടിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും വെൽക്കം സ്ട്രീം. 3D പ്രിന്റർ ക്ലാസ്. എടാ ക്ലാസ് ആയിട്ടൊന്നും ഇല്ലടാ. ഹെവൻ നാളെ മറ്റന്നാൾ തൊട്ട് ഹെവനിലെ സ്ട്രീം. ഒരു 3-4 ദിവസം ഞാൻ വീട്ടിലുണ്ടാവും. വീട്ടിൽ നിന്നായിരിക്കും സ്ട്രീം ഇടുന്നത് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും. സ്റ്റീവിന്റെ 1v3 ഞാൻ കണ്ടായിരുന്നു. അത് എന്തൊരു അടി അടിച്ചല്ലേ! അവന്റെ ഹെഡ് ട്രാക്കിംഗ് ഒക്കെ കണ്ടാ നിങ്ങള്? എന്റെ അമ്മോ, ഒരു രക്ഷയില്ലല്ലേ അവന്റെ ഹെഡ് ട്രാക്കിംഗ് ഒക്കെ. ഞാൻ കണ്ട് 3 പേരെ പടേന്നൊക്കെ അടിച്ചിടുന്നത്. എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും വെൽക്കം, 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 വെൽക്കം. ഡിസ്കോ ട്രോൾസ്. ഇന്ന് നമുക്ക് കുറച്ചു നേരം ഡിസ്കോ ട്രോൾസ് നോക്കിയിട്ട് കയറാം. സിറ്റിയിൽ കയറാം. സിറ്റുവേഷൻ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇന്ന് സിറ്റുവേഷൻ ആയിരുന്നു SRR ആയിട്ട്. ആ സിറ്റുവേഷൻ ഡ്രോപ്പ് ആയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നു SRRയുടെ 3 വാറ് കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടാ. SRRയുടെ 3 വാറ് കഴിഞ്ഞെന്ന് തോന്നുന്നു ഈ ആഴ്ചയിൽ. ഉണ്ടോ? ആയി ഡ്രോപ്പായി. ഓക്കെ. അതാ ഞാൻ പറഞ്ഞത്. SRRക്ക് 3 വാറ് ഒരു വീക്കിൽ 3 വാറേ പറ്റത്തുള്ളൂ. നമ്മൾ ഇന്നലെ ലൈവിൽ ഒരു സാധനം പ്രിന്റ് എടുത്തോണ്ടിരുന്നില്ലേ? ഞാൻ ഇതുവരെ പ്രിന്റ് ചെയ്തതില് ദ മാസ്റ്റർ പീസ് അതായിരുന്നു. ഇത് എന്ത് കഥ തുറന്നു വരുന്നു. ഇനി ഇത് ലോക്ക് ചെയ്യേണ്ട അവസ്ഥയായല്ലോടാ ഇത്. എടാ കഥ നോക്കണേ. ഞാൻ ഉണ്ടല്ലോ ഇതുവരെ പ്രിന്റ് ചെയ്തതില് മാസ്റ്റർ പീസ്. ഞാൻ കാണിക്കട്ടെ സാധനം. ഇതിന്റെ ഡീറ്റെയിലും കണ്ട? ഇതിന്റെ ഇത് 3D പ്രിന്റഡാ. ലൈവ. ഓ എനിക്ക് ചായ ഇട്ടോണ്ട് തരുന്ന ആരാ നോക്കിയ ഗൈസ്? ഇത് നോക്കി ഒന്ന് മോൻ കാണിച്ചിട്ട് പോണേ. വിരാട് കോഹ്ലിയുടെ ഒക്കെ ട്രെയിനറാണ്. കാപ്പി കിട്ടിട്ട് തരുന്നത് നമ്മുടെ മച്ചാൻ. കുടിച്ചു നോക്കട്ടെ. എന്നിട്ട് വേണം എനിക്ക് പിടിക്കാൻ. പുതിയ കൊള്ളാം കേട്ടോ, അടിപൊളി. മാസാണ്. അതാണ്. ഇത് കണ്ട നിങ്ങൾ? ഇതിന്റെ ക്വാളിറ്റി. ഇതിന്റെ ഒരു കണ്ണും കൂടെ പ്രിന്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇതിന്റെ ഒരു കണ്ണും കൂടെ പ്രിന്റ് ചെയ്യണം. ഇതിനൊരു മെക്കാനിക്കൽ ഒരു കണ്ണൂടെ വരുന്നുണ്ട്. ആ കണ്ണും കൂടെ ഒന്ന് പ്രിന്റ് ചെയ്ത് വെക്കണം. എന്റെ അമ്മു, ഇതിന്റെ ക്വാളിറ്റി ഒരു രക്ഷയില്ല. ഇത് കണ്ട? ഇതിന്റെ ബിൽഡ് കണ്ട? എടാ അവനെ കൊണ്ടുപോ. അറൗണ്ട് 31 വാല് വെക്കാൻ ഒരു ചെറിയ സാധനം കൂടെ വേണം കേസ്. ഒരു വാല്, ഇതിന് വാലുണ്ട്. ഇത് കണ്ടോ? ഈ വാല് ഇതിനകത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ചെറിയ സാധനം കൂടെ പ്രിന്റ് ചെയ്യണം. അത് പ്രിന്റ് ചെയ്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന്. പക്ഷേ എനിക്ക് ഇതാണ് കേസ്. നല്ലൊരു മെഷീനും നല്ല ഫിലമെന്റ്സ് യൂസ് ചെയ്യണം. നല്ല ഫിലമെന്റ്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്വാളിറ്റി ആയിട്ടുള്ള ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ കിട്ടത്തില്ല. അതാ ഞാൻ പറയാം. 3D പ്രിന്റർ ഉണ്ടെങ്കിൽ ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ കുറെ സാധനം നമുക്ക് ഷോയ്ക്ക് ഉണ്ടാക്കി നമ്മുടെ റൂമിൽ വെക്കാം. ക്വാളിറ്റി ഉണ്ടോ? നൈസ് അല്ലേ? നെക്സ്റ്റ് ഇത് പെക്ക. അതെ, പെക്ക കൊള്ളാലേ? ലെറ്റ്സ് ഗോ. അതിന്റെ വാലും ഇതുകൂടെ സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഫുള്ളായിട്ട് കാണിക്കാം. നാളെ ഇതിപ്പോ ഈ ലൈവ് കഴിയുമ്പോഴത്തേക്കിന് അത് ഫുള്ളാവും.
നെക്കാപ്പിക്ക അത് തന്നെ ഗൈസ്. അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും വെൽക്കം. ഇന്നത്തെ 3D പ്രിന്റിങ് കഴിഞ്ഞേട്ടാ. ഇന്ന് നമ്മൾ ഒരെണ്ണേ ചെയ്തുള്ളൂ. ഇന്ന് ഞാൻ ഒന്നുമില്ല. ഇന്ന് മെഷീൻ ഓഫ് ചെയ്തേട്ടാ. മെഷീൻ ഓഫ് ചെയ്യണം ഇന്ന്. ഞാൻ ഗൈസ് ഈ മെഷീൻ മേടിച്ചിട്ട് ഇപ്പൊ എത്രയായി? ഇത്രയും ദിവസത്തിൽ ഇതുവരെ ഈ മെഷീൻ ഓഫ് ചെയ്തിട്ടില്ല. അതിന് സംസാരിക്കാൻ എങ്ങനെ പറയാൻ പറ്റുമായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, അത് എന്നെ പ്രാഗി തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് അത് നടന്നിറങ്ങിപ്പോയേനെ ഈ വീട്ടിൽ നിന്ന്. ഒരു സംശയവും ഇല്ല. അത് നടന്നിറങ്ങിപ്പോയേനെ ഈ വീട്ടിൽ നിന്ന്. അതിനെന്ത് അങ്ങനെ ഒരു കഴിവൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ക്യാപ്ഷൻ ബ്രോ താങ്ക് യു സോ മച്ച് വൺ ഈഗിൾ ഗെയിം മെമ്പർഷിപ്പ്. എന്നും വന്ന് എനിക്കൊരു മെമ്പർഷിപ്പ് വന്നിട്ട് പോകും ക്യാപ്ഷൻ ബ്രോ. ക്യാപ്ഷൻ ബ്രോ താങ്ക് യു സോ മച്ച്. താങ്ക് യു മീൻസ് എ ലോട്ട്. താങ്ക് യു. അല്ലേ വീട്ടിലെ ഫ്രിഡ്ജ് പിന്നെ എപ്പോഴും ഇങ്ങനെ തണുത്തിരിക്കുകയല്ലേ ഉള്ളൂ. ഇതങ്ങനല്ലേ, ഇതിങ്ങനെ അനങ്ങിക്കൊണ്ടേ ഇരിക്കും. മനസ്സിലായ? അതിന് അനങ്ങണം, ഇടയ്ക്ക് ഫിലമെന്റ് മാറ്റണം, പണിയെടുക്കണം. ഫ്രിഡ്ജ് ഇങ്ങനെ ഇരിക്കുമല്ലേ, ഇതങ്ങനെയല്ലല്ലോ. ഗിഫ്റ്റ്. മുച്ചിരിയുടെ ലൈവ് നോക്കുന്നോ? മുച്ചിരിയുടെ ലൈവിൽ എന്താ എന്തെങ്കിലും അപരാധമായിരിക്കും ഇവനെ. മുച്ചിറി ഏതാ ഇവൻ? 4 മാസം മുമ്പ്. ഇതാണോ? ഇതെന്താ? ഇതിലൊക്കെ 2 മണിക്കൂറുള്ള സാധനത്തിനകത്ത് ഞാൻ എന്ന് 1:52 1:52 ഇതെന്താ 1:52 അതില്ലേ, ആർക്കും കയപ്പ് തോന്നുമ്പം അങ്ങ് ബായയിൽ പണിയാ മതി. അതായിരുന്നു സംഭവം. സേവേജിന് സ്നേഹിപ്പ് ഉള്ളതാ. അവർക്ക് കയപ്പ് തുടങ്ങുമ്പോ അങ്ങ് ബായലോട്ട് വന്നു. ആരാണ്ടെ കൊണ്ട് ഗ്യാങ്സ് കാണിക്കാൻ വന്ന ചേട്ടാ. വലിയ മുട്ടയിലുണ്ടല്ലോ, ഇതിനുള്ളിൽ കുത്തിരിക്കാനാവും. ലെഫ്റ്റിലിരുന്നോ? കമ്പി വെക്കുന്നുണ്ട്. വീട്ടിൽ ആരും ഇല്ലല്ലോ. എന്തെങ്കിലും നീ ഫ്രീ അല്ലേ? ഒരു ദിവസം ഒന്നും ആവൂല. മനസ്സിലായ? ഇല്ല, അല്ലല്ല, ഇത് അങ്ങനെ ആരും അറിയില്ല. കാരണം നമ്മളല്ലേ ഉള്ളു. ഇത് ശരിക്കും എവിടുത്തെ സ്ലാങ് ആ ഗൈസ്? ഇത് മലബാർ സൈഡ് എല്ലാരും ഇങ്ങനെയാണോ സംസാരിക്കണേ? ക്യാമറ ഒന്നുമില്ല. സേഫാ. ഇല്ല റൂ കാണിച്ചറ. അല്ലല്ല, കാസർഗോഡ്. എവിടെന്നാണ് നിങ്ങൾ പറഞ്ഞ? സ്കിപ്പ് ആക്കല്ലോ. നോക്ക്. കണ്ട് വരുവോ? വലിയ മുട്ടയിലുണ്ടല്ലോ, ഇതിനുള്ളിൽ കുത്തിരിക്കാനാവും. അതിൻ്റെ ഇരിക്കാൻ കഴിയും. കാണിച്ചറ. അടാ നീ ഇപ്പുറത്തിരുന്നോ? ലെഫ്റ്റിലിരുന്നോടാ. അത്ര ഉള്ളു. ആരും ഇല്ല. ലെഫ്റ്റ് സൈഡ് മറ്റേ കമ്പി വെക്കുന്നുണ്ട്. അതൊക്കെ വീട്ടിൽ ആരും ഇല്ല. വീട്ടിലേ ആരും ഇല്ല. ഇവിടെ വീട്ടിൽ ആരും ഇല്ലല്ലോ. വീട്ടിലാരുമില്ല. നീ ഫ്രീ അല്ലേ? ഞാൻ ഫ്രീയാ. എന്തിനാ? വീട്ടിൽ ആരും ഇല്ല. റൂമൊക്കെ ഫ്രീയാ. ആരും വരൂല. ഞാൻ കൊണ്ടുവരല്ല. കൊണ്ടുവരാ ഒരു ദിവസം ഒന്നും ആവൂല. മനസ്സിലായ? അല്ലല്ല, ഇത് അങ്ങനെ ആരും അറിയില്ല. കാരണം നമ്മളല്ലേ ഉള്ളു. ക്യാമറ ഒന്നുമില്ല. സേഫാ. അല്ലല്ല, ഞാൻ കൊണ്ടുവരല്ല. ഇത് നമ്മ ഒരു ഫണ്ണിന്. മനസ്സിലായിരുന്നു? ഫണ്ണ് വേണ്ടരാ. നിനക്ക് വല്ലാതെ ഫണ്ട് കൂടുന്നുണ്ട് കേട്ടാ. നിനക്ക് പോടാ അവിടെ നിന്ന്. എപ്പടാ ഫ്രീ ചെയ്യാ? അടിച്ച് തിരിക്കണം ഇവനെയൊക്കെ. ഇസ്മായിൽ എക്സ് മുച്ചിരി കുട്ടൻ കോമ്പോ. പോടാ അവിടുന്ന്. ഫുള്ള് കാണാനോ. പോടാ അവിടുന്ന്. വേമ്പ ആരെ റൂമിൽ പോണോ? നീ പറയുന്ന റൂമിൽ പോ. ആരെ റൂമിൽ? ചന്ദ്രന്റെ റൂം ഏതാന്ന് പറഞ്ഞ? ചന്ദ്രൻ ജിമ്മിന്റെ അവിടെ കിടക്കലും തോന്നുന്നു. ഇതാന്ന് തോന്നുന്നു ചന്ദ്രന്റെ റൂം. ഇതായിരിക്കും. ഇല്ല, ഇത് എന്റെ റൂം. ഇത് എന്റെ റൂം. എന്നാ എന്റെ റൂമിലെ പറഞ്ഞ ഞാനെടുത്ത റൂം. ഇന്നക്ക് വാ. കിടന്നോ. ആരോടും പറയല്ലേ.
ആ ഞാൻ ഇത് പാടി ഇറക്കുന്നല്ലേ ആ അയ്യേ കർണക്കാരൻ ഊരിഞ്ഞ് എടാ നിനക്കൊക്കെ എന്താടാ നിനക്കൊക്കെ കണ്ട അശ്ശേ, പോടാ അവിടുന്ന്. ഇത് ഏല ഇതൊക്കെ ഇത് ഏത് ഏല universe? ഓജി, ഇവനെയൊക്കെ എടുത്ത് കളയേണ്ട സമയായി. എന്ത് ചെയ്യുന്നു ഒരു മിനിറ്റ്, ഇവനൊക്കെ മുച്ചിറി. എല്ലാവർക്കും ഹായ്. ആ മുച്ചിറി എന്തിനാ അവൻ ശരിയില്ല, ഡിസ്കോർന്ന് പോയി, ചാനൽ ഡിലീറ്റ് ചെയ്ത് പോയി. ഇപ്പൊ ഒന്ന് വിളിക്കട്ടെ ഒരു സെക്കൻഡ്. അതായത് നെറ്റ് ഓഫ് ചെയ്ത് കേട്ടോ അവൻ, നെറ്റ് ഓഫ് ചെയ്ത് പോയേട്ടാ അവൻ. വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ചോക്കി സ്വിച്ച് ഓഫ് ആക്കി അവൻ സ്വിച്ച് ഓഫ് ആക്കി നാട് വിട്ടവൻ, നാട്. തോന്നിവാസം ചെയ്ത് വെച്ചിട്ട് അമ്മമാരെയൊക്കെ ഇതിനകത്ത് പിടിച്ചു വെച്ചിരിക്കണ്. ടി വി ഓയോന്നോ എന്തൊക്കെയാണ്. മുച്ചിരി സസ്പെൻഡഡ്. എന്തിന് സസ്പെൻഡ് ആയ? എന്തൊരു സസ്പെൻഡ് ആവാനും നമ്മളല്ലേ ചെയ്യണ്ടേ, അണ്ണനല്ലേ ചെയ്യണ്ടേ. അതാ ഇവൻ അല്ല ബാൻ വല്ല ഞാനല്ലേ ചെയ്തേ. അതല്ലേ, അതാ ലീഡറായി ചാറ്റുള്ള. ആ സിറ്റിയിലുണ്ടെന്നോ? സിറ്റിയിൽ വേറെ ആരാ ഉള്ള? ലോലനുണ്ടെന്ന് തോന്നുന്നു. ലോല സിറ്റിയിലുണ്ടോടാ നീ? ഉണ്ട്. മുച്ചിരി ഉണ്ടെങ്കിൽ ഒന്ന് വീശി തരാൻ പറഞ്ഞ അവനോട്. ഒരു മിനിറ്റ്. SRR സിറ്റുവേഷൻ ഡ്രോപ്പ് ആയടാ. SRR സിറ്റുവേഷൻ ഡ്രോപ്പ് ആയി. അത് SRR ആയിട്ട് സിറ്റുവേഷൻ, അവർക്ക് സിറ്റുവേഷൻ എടുക്കാൻ പറ്റത്തില്ല ഈ വീക്ക്. അവരുടെ 3 എണ്ണം കഴിഞ്ഞ്. 3 വാറേ പറ്റുള്ളൂ ഒരു ഗ്യാങ്ങിനും വീക്കില്, മനസ്സിലായ? അല്ലെങ്കിൽ ഇത് PvP മാത്രമായി പോകും. ഡെയിലി അടി 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 അടി. അതിന്റെ കൂടെ ഇനി ബോഗെല്ലാം എന്തോ ഇവിടെ എന്തോ പറയണേ, വാർസോൺ ആണെന്ന് തോന്നുന്നു. വാർസോണ്, ടർഫ് എല്ലാം കൂടെ വരുമ്പോ PvP ഒഴിച്ച് വേറെ ഒന്നിനും സമയം ഇല്ലാതാവും, മനസ്സിലായ? നമുക്കൊന്നും മിണ്ടാൻ പോലും പറ്റത്തില്ല. മിഥുനന്റെ സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്തണ്ണ. എന്താടാ സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കി. അവന്മാർക്ക് വിദ്യാഭ്യാസം എടുക്കാൻ പറ്റത്തില്ലടാ. 3 വാർ കഴിഞ്ഞ ഓൾറെഡി അവന്മാരുടെ. അല്ല അവന്മാരെന്തോ ടൂർണമെന്റ് ഉണ്ട്, അതുകൊണ്ട് ആള് കാണത്തില്ല പറഞ്ഞ ഡ്രോപ്പ് ചെയ്തെന്ന്. ആണോ? ഡ്രോപ്പ് ചെയ്യണ കുഴപ്പമില്ല, നല്ല ബുദ്ധിമുട്ടി എടുത്തല്ലേ നീയൊക്കെ. ഞാൻ എടുത്ത്, ഞാൻ തെറ്റി പോലില്ല. നീയില്ല മറ്റേ ആവതില്ലാത്തതുണ്ടല്ലോ, ആവതില്ലാത്തവരാണ് സിറ്റുവേഷൻ എടുത്തത്. ഞാൻ കണ്ടായിരുന്നത്. അണ്ണാ അതൊന്നുമല്ല, അണ്ണാ സിറ്റുവേഷൻ കണ്ടതാ. ഒരുത്തനെ കൺപോയിന്റ് ചെയ്ത് റേറ്റ് കൊടുത്തിട്ട് അവന് ഹെൽമെറ്റ് ഒന്നും വെച്ചില്ല, തലമുട്ടയും വെച്ചോണ്ടിരിക്കുന്ന കേട്ടാ. അടി കിട്ടുമെന്ന് ഒരു അവയറും ഇല്ല. അണ്ണാ സത്യം പറഞ്ഞാൽ നമുക്ക് KVയിലെ ഗിഫ്റ്റ് ഒന്ന് സിറ്റുവേഷൻ മുച്ചിരി ഇന്ന് എന്തോടാ ഗ്യാങ്സിനകത്ത് തീർച്ച ചെയ്തേ? അണ്ണാ ഇവക്ക് സർട്ടിഫൈഡ് കുണ്ടന വരുന്നുണ്ട് നമ്മുടെ പേര് കളയാനായിട്ട്. ഇന്ന് എന്താ ഗ്യാങ് ഹൗസിനകത്ത് കയറി ചെയ്തേ? ഒരുത്തരെ പന്നി. ആളില്ലാത്ത സമയത്ത് ഗ്യാങ് ഹൗസിനകത്ത് ആവണങ്ങളെ വിളിച്ചു വരുത്തി അനാശാസ്യോ? ഇത് ഞാൻ സമ്മതിച്ചത്. അവൻ പറഞ്ഞ പെണ്ണുങ്ങളെ അല്ലേ ആണുങ്ങളെ കുഴപ്പമില്ലെന്നാ പറഞ്ഞ. പിള്ളേരെ കേട്ടത് ശരത്തേട്ടൻ പറഞ്ഞ ഇതാണ് കേട്ടാ. നീയൊക്കെ എന്തിനു ജീവികളാണ് നീയൊക്കെ? സത്യല്ലേ, കുണ്ടനാർമയും കണ്ട. പക്ഷേ എന്തൊക്കെ കാണണം മനുഷ്യൻ. റൂൾസ് ബ്രേക്ക് ചെയ്തില്ല, പെണ്ണുങ്ങളെ കയറ്റിയില്ലല്ലോ, റൂൾസ് ബ്രേക്ക് ചെയ്തില്ല. കൈയെണ്ണം പറഞ്ഞു കേട്ടോ. കൈയണ്ണം പറഞ്ഞേട്ടോ. ലീഡറിൽ ഒന്ന് മാറി കൊടുക്കോ. കൈയണ്ണം ഇരിക്കട്ടെ കുറച്ച്. എണ്ണീറ്റടാ, ഇവിടെ ഇരിക്കുന്നോ? എന്തൊക്കെ കേക്കണം. കണ്ണാപ്പി ഇന്ന് ലൈവ് ഒന്നില്ലായിരുന്നോടാ? ഞാൻ ദിവസം ഇപ്പൊ ലൈവ് ഉണ്ടെണ്ണ. ഞാനിപ്പോ ഡെയിലി ഉണ്ടാ. നമ്മൾ 2 റെഗുലർ ആയല്ലേ അണ്ണാ? നമ്മൾ രണ്ടുപേരാണ് ഇപ്പൊ TV റെഗുലർ ലൈവ് സ്ട്രീമേഴ്സ്. ഞാൻ ഒരു ദിവസം അങ്ങനെ മുടക്കാൻ പറ്റുമോ? നമ്മുടെ അരിയല്ലേ അണ്ണ, അന്നം. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തോ ഒന്നെങ്കിൽ 3D പ്രിന്റർ, അല്ലെങ്കിൽ വേറെന്തോ ആണ്. നീ എന്തോ മേടിക്കാൻ വെച്ചിരിക്കുക. ഇല്ലണ്ണ, ഇല്ല. ഞാൻ അണ്ണാ വീട്ടുകാരെ നോക്കണം. അതാണ് എന്റെ ലക്ഷ്യം. ഡാം
അതേ ഉള്ള എന്റെ ആകെ ലക്ഷ്യം. അച്ഛനെ നോക്കണം നല്ല രീതിയിൽ. അച്ഛൻ സന്തോഷിച്ചിരിക്കണം അണ്ണ. എന്റെ ആകെ ലക്ഷ്യം അണ്ണ. ഇപ്പം ജീവിതത്തിൽ എനിക്കിപ്പോ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അണ്ണ അവർ ഹാപ്പി ആയിട്ടിരിക്കണമെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗോളൊക്കെ അടിക്കാൻ പറയുന്നത്. അതെന്താണോ ലാസ്റ്റ് പറഞ്ഞത്? അല്ലെ പറഞ്ഞ അതല്ല അണ്ണാ, അല്ലേ നമ്മളെ ഈ ഗോളൊക്കെ അടിക്കുന്നതിന്റെ കുറ്റപ്പെടുത്തേ. ലാസ്റ്റ് ഒരു ഗോൾ അടിക്കാൻ അല്ലെ പറഞ്ഞാ ഗോളൊക്കെ അടിക്കാൻ അതുകൊണ്ടൊക്കെയാ പറയുന്നേന്ന്. അതുകൊണ്ടാ പറയണല്ലേ കഷ്ടം ഗൈസ്. അവന്റെ അച്ഛനെയും അമ്മയൊക്കെ അവർക്ക് അവന് നോക്കണം ഗൈസ്. അത് നിങ്ങൾ ഞാനല്ലേ അവള് ഇപ്പൊ താങ്ങുന്നായിട്ട് അത് പറഞ്ഞപ്പോഴാ നീ എന്താ മറ്റേ കൊണാത പോഡ്കാസ്റ്റിന്റെ പ്ലേ ബട്ടൺ മറച്ചു വിറ്റല്ലേ? അണ്ണാ അത് ഞാൻ എത്ര ദിവസം അണ്ണന്റെ അടുത്ത് നിന്ന് വിളിക്കുന്ന അണ്ണാ അതിന്റെ ഐഡി താന്ന്. പിന്നെ അണ്ണ ഈ പ്രശ്നത്തിന്റെ എണ്ണൊക്കെ ആയിട്ടാ ഞാൻ പിന്നെ ചോദിക്കാഞ്ഞത്. രണ്ടാമത്തെ ചോദ്യം, അതിനകത്തുനിന്ന് ആഡ്സെൻസ് റവന്യൂ എടുത്തല്ലേ നീ ഐഫോൺ മേടിച്ചത്? അതാ എന്തൊക്കെയാ അണ്ണാ പറയുന്നത്? അത് മറിച്ചതേ ഉള്ളു, മേടിച്ചില്ലേ? മറിച്ചു അണ്ണ അറിഞ്ഞില്ലേ? ഇല്ല, പേയ്മെന്റ് ഐഫോണായി. വീട്ടിൽ വന്ന് കുത്തിരി പിടിച്ച് മേടിക്കുവേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ആ പോഡ്കാസ്റ്റ് തോന്നുമ്പം കാണുമ്പോ നിങ്ങൾക്ക് ഇവൻ എന്തെങ്കിലും അത് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അല്ലടാ, പ്രതിഭ പോട്ടെ, അതിനകത്ത് ഇരിക്കുന്ന കാര്യം പോട്ടെ. ഈ ഗസ്റ്റിനെ അറേഞ്ച് ചെയ്യുന്നത്, സംസാരിക്കുന്നത്, ബാക്കി ഇതെല്ലാം ഇതൊക്കെ എടാ ഒന്നും ഇവന് യാതൊരു ബന്ധവുമില്ല. ഞാൻ ആരെങ്കിലും വിളിച്ചിട്ട് എടാ നാളെ ആസിഫലിയ വിഷയം വിഷയം എവിടെ വരണം? എന്നിട്ട് പോഡ്കാസ്റ്റിന്റെ ഷൂട്ടിന്റെ ഡേ ആവുമ്പോ അവിടെ വന്നിട്ട് ഒരു ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അവിടെ വരും. ലിബാമല്ലേ അണ്ണ? ലിബാമ്. ഓക്കെടാ. ഇനിയും തൊട്ട് നമ്മളെ അണ്ണ അടുത്ത പോഡ്കാസ്റ്റ് എന്നാ പറ. എത്ര കിട്ടിയെന്ന് അറിയണ്ടേ? എടാ അതിനകത്ത് ആകെ എത്ര 4-5 വീഡിയോ ചെയ്തു നമ്മള്. പക്ഷെ പോഡ്കാസ്റ്റിന് ഡ്യൂറേഷൻ കൂടുതലായോണ്ട് ആഡ് റേറ്റ് കൂടുതലാ. നമുക്ക് എത്ര കിട്ടിയടാ കണ്ണാപ്പി? എല്ലാം കൂടെ 2 എല്ലാം കൂടെ 2 ലക്ഷം 2 ലക്ഷം രൂപ ഗൈസ്. ഇല്ല, വിഡ്രോ ചെയ്തതിന്റെ മറ്റേ അണ്ണ എന്റെ മൊത്തം പോയില്ല. അന്ന് ക്രോം മൊത്തം റീസെറ്റ് ആയപ്പോഴാണ് എന്റെ മെയിൽ ഉൾപ്പെടെ പോയത്. എന്റെ 2 മെയിൽ ഉൾപ്പെടെ. ഞങ്ങളത് വിഡ്രോ ചെയ്തിട്ടില്ല. ഞങ്ങള് പോഡ്കാസ്റ്റിന് ഒരു സ്റ്റുഡിയോ പണിയാന്ന് വിചാരിച്ച് അതിനകത്ത് തന്നെ അത് നമ്മുടെ വലിയൊരു പ്ലാൻ പോലെ. മിക്കവാറും സ്റ്റുഡിയോയിലായിരിക്കും ഒരു പോഡ്കാസ്റ്റ്. അത് എടുത്തിട്ടില്ല ഇതുവരെ. അത് എടുത്തിട്ടില്ല, പൈസ എടുത്തിട്ടില്ല. അത് അങ്ങനെ തന്നെ ഇട്ടിരിക്കുക അതിനകത്ത്. അത് പോഡ്കാസ്റ്റിന് നല്ല കുറച്ച് എക്യുപ്മെന്റ്സ് മേടിക്കണം എന്നായിരുന്നു ആദ്യം ഇത്. അപ്പൊ അങ്ങനെ ഇതാക്കാൻ ബ്രോ. ഒരു പോഡ്കാസ്റ്റ് 1 മണിക്കൂറുണ്ട്, മനസ്സിലായ? 1 മണിക്കൂറുണ്ട് ഒരു പോഡ്കാസ്റ്റ്. അപ്പൊ എത്രത്തോളം ആഡ് ഈ പോഡ്കാസ്റ്റ് കാണുന്നവർക്ക് ഏറ്റവും വില്ലനായിട്ട് വരുന്നൊരു സാധനമായിരിക്കും ആഡ്. ഏറ്റവും കൂടുതൽ വില്ലൻ ആവുന്നത് ആൾക്കാർക്ക് പോഡ്കാസ്റ്റ് കാണുമ്പോഴായിരിക്കും, മനസ്സിലായോ? സത്യം. കാരണം അത്രയും ഡ്യൂറേഷൻ ഉള്ളതുകൊണ്ട് ഒത്തിരി ആഡ് വരും. അവരതിന്റെ ഇതാക്കും ഇതായിട്ട്. ഗ്യാങ് ഫണ്ട് വിന്നർ അപ്പാപ്പൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. പുള്ളിക്ക് വയ്യ. പുള്ളി ആ ലോഗ് നോക്കിയിട്ട് റെഡി ആയിട്ട് പറയാന്നാ പറഞ്ഞത്. ഇതുവരെ പുള്ളി പറഞ്ഞിട്ടില്ല. പുള്ളി ആക്റ്റീവ് ആയിട്ടില്ല. മറ്റേ ഇവൻ എനിക്ക് അന്നുകൊണ്ട് തന്നൊരു വിഷപ്പനി ഇല്ല, എനിക്ക് ലിപ് ലോക്ക് ചെയ്ത് കടിച്ചു കുറച്ച് ഒരു ഇത് തന്നില്ലായിരുന്നു ഈ കണ്ണാപ്പി. അതുപോലത്തെ ഒരു പനി അങ്ങേർക്ക് പിടിച്ച് തൊണ്ടയും വയ്യ, സംസാരിക്കാനും വയ്യ, അനങ്ങാതെ ഇരിക്കുന്നു പാവം. എടാ ഞാനിപ്പോ ഇല്ല, ഞാൻ നാളെ വീട്ടിൽ പോവാ. ഇന്ന് രാത്രി വീട്ടിൽ പോയി. ലൈവ് കഴിഞ്ഞാൽ വീട്ടിൽ പോവാ. ആണല്ലേ? എന്ത് പറഞ്ഞിട്ടുണ്ടാ? എനിക്കത് ഫീൽ ആയേ. എടാ ഞാനേ കുറച്ച് ഡിസ്കോ ട്രോൾസ് നോക്കിയിട്ട് വരാം. താഴെ ഉണ്ടാവും. ഓക്കെ. സോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. നമുക്ക് കുറച്ച് നോക്കിയിട്ട് സിറ്റിക്കകത്ത് കയറാം. ഇന്ന് സിറ്റിയില് ഒരു പരിപാടിയില്ല. അണ്ണാ ബ്ലാക്കും വൈറ്റും വരുമ്പോ എന്റെ മാറ്റുമാനങ്ങൾ മറക്കരുത്. ഇല്ല, നിനക്ക് ഞാൻ നല്ലൊരു ബാറ്റ്മാനെ പ്രിന്റ് ചെയ്ത് തരും. ഇതുപോലത്തെ ഒരു കൺസെപ്റ്റ് സാധനം ഞാൻ പ്രിന്റ് ചെയ്ത് തരും നിനക്ക്. അത് പറഞ്ഞപ്പോഴേ ഈ കളിപ്പാട്ടങ്ങളെല്ലാം എനിക്ക് തരുമോ? എന്ത് ഇതെല്ലാം 3D പ്രിന്റ് ചെയ്തില്ലേ അതിലേക്ക് എല്ലാം? കടയിടാനോ? വിലക്ക് ഒരു കടയിട്ട് നല്ല ലാഭമല്ലേ? വരുമാനമാവല്ലേ? അപ്പൊ ഇത് പണിയെടുക്കുന്നൊക്കെ ഞാൻ അല്ല അങ്ങനെയല്ല. ഇത് തന്നാ നമുക്ക് ഒരു ബിസിനസ് ആക്കാം. ഐഡിയ ഉണ്ടത്. അയ്യോ ഞാൻ ഗെയിം ക്യാപ്ചർ ഡിസ്പ്ലേ ക്യാപ്ചർ ആണോ അതാക്കിയത്? അപ്പൊ നമുക്ക് ട്രോൾസ് കാണാം. വീഡിയോ കാണാം. സിനിമന്റെ വീഡിയോ കാണാം. അപ്പൊ നമുക്ക് കാണാം.
സ്റ്റീവിന്റെ പി ഒ ഒക്കെ കണ്ടടാ, ഞാൻ ഉണ്ടാകുന്ന വൈകിട്ടത്തെ സിറ്റുവേഷനില് സ്റ്റീവിന്റെ പി ഒ കണ്ടേടാ. എന്താ അടിയാടാ അടിച്ച സ്റ്റീവേ നീ ഇന്ന്? ഇങ്ങനെ പറയല്ലേ നാളെ വരും പറഞ്ഞോണ്ട്. എടാ അല്ല, നിന്റെ നാളെ ഒരു ക്രോസർ എന്താ PC അനങ്ങാത്തെ? PC ചെക്ക് ചെയ്യാൻ നാളെ വരുമെന്ന് പറയല്ലേ. മിക്കവാറും ചെക്ക് ചെയ്യിപ്പിക്കും നിന്റെ. ഞാൻ പിന്നെ ലൈവ് ഒക്കെ ഇട്ടത് കളിക്കാൻ മണ്ടനാണല്ലോ അണ്ണാ. ചിലപ്പോ കോൺഫിഡന്റ് ആയിട്ട് നീ മണ്ടത്തരം കാണിക്കാമെന്ന് വിചാരിച്ചാലോ? പി ഒ കാണിക്കാമെന്നോ? എടാ നിന്റെ പി ഒ വി എനിക്ക് ഞാൻ ലൈവ് ആയിരുന്നണ്ണാ. ഇതല്ലേ ഗൈസ്, ഇതാ ഇവന്റെ പി ഒ ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ. ഇത് എവിടെയായിരുന്നു? അതിനുശേഷമാണോ? അതിനുശേഷം ഒരു മിനിറ്റ് ഗൈസ്, ഒന്ന് തെറി വിളിച്ചോട്ടെ. ഒറ്റ സെക്കൻഡ്. ചന്ദ്രനായിരിക്കും. ഹലോ ഹലോ. ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കണോ? ഇതെന്താ ഇത് ഒട്ടിച്ച് വെച്ചേക്കണോ? ഇതെന്ത് ഒട്ടിച്ച് വെച്ചേക്കണത്? അവനെ വൈറ്റ് തൊട്ട് വിളിക്കുക, ലൈവ് തുടങ്ങിയപ്പോ തിരിച്ചു വിളിക്കണം. അണ്ണാ കമന്റിൽ ടൈം സൗണ്ട് ഉണ്ടോ? ഞാൻ കമന്റില് ക്ലിക്ക് ചെയ്താ ക്ലിക്ക് കാണാൻ വന്നവർ 4-2-41. ക്ലിക്ക് ചെയ്താ അങ്ങനെ ഉണ്ടോ? എന്റെ അമ്മോ. ഗൈസ് ഈ പി ഒ ഉണ്ടോണേ, ഈ പി ഒ ഉണ്ടോണേ ഇന്നത്തെ. കൊട്ടുപോയി. ഇതൊക്കെ ആരാ? അണ്ണാ നല്ല റിയാക്ഷൻ കിട്ടും, ഞാൻ കട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ കാണിക്കാം. മുച്ചിരി ഞാൻ അടിച്ചിട്ട് മുച്ചിരി തെളിച്ചോണ്ട് സംസാരം നടക്കുവാണ് ഗൈസ്. ഇവിടെ കണ്ട ബോബോയാണ് ഈ മൊട്ടത്തല്ലേ. ബോബോയ് ഗണ്ണെടുത്ത് പിടിച്ചു. ഇവൻ അപ്പോഴേ എയിം ചെയ്ത് വെച്ചിരിക്കും. ഇവനെയാണ് ഹോസ്റ്റലാക്കി നിർത്തിയത്. കണ്ട ഇത് നോക്കിക്കോണേ. ഇപ്പൊ കണ്ട ബോബോയ് വീഴുന്നത്, ആ റിയാക്ഷൻ നോക്കണം. ബോബോയ് ഡൗൺ ആവുന്നതും ഇവന്മാര് ഡൗൺ ആവുന്നതും ഒരേ സമയത്താ. ബോബോയ് വീണ്. ഇതെന്താ? ഇപ്പൊ നോക്കണേ, ബോബോയ് വീഴുവേ. ഇതെന്താടാ? ബ്രൗസറിന്റെ ആയിരിക്കും. ഇതെന്താ ഇങ്ങനെ വരുന്നേ? ഇതെന്താണ് ഇങ്ങനെ? നീ എന്തോ ചെയ്തല്ലേ കണ്ടുപിടിക്കാതിരിക്കാൻ? സത്യം. അണ്ണ ഡിസ്കോട്ട് റോൾസ് കിടപ്പുണ്ടോ? സമ്മതിക്കൂല. അണ്ണാ സൂപ്പർ ചാറ്റ് വന്നു. സൂപ്പർ ചാറ്റാ? ബ്രോ സുഖമല്ലേ? ഡാഡു കേച്ചിരി ബ്രോ, താങ്ക് യു സോ മച്ച്. 500 കിക്ക് പോയിന്റ്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡാഡു ബ്രോ. താങ്ക് യു. അത് ഗൈസ് ഡിസ്കോഡ് ഉണ്ടെന്ന് തോന്നുന്നു. ഡിസ്കോഡിൽ നോക്കട്ടെ. ഡിസ്കോഡിൽ എവിടെ കിടക്കുന്നടാ? ഗൈസ് നോക്കിയോ. ഡൗൺ ആയി. 1 2 3. അങ്ങനെ ഇരുന്നത് നീ റേഡിയോ ഞെക്കി പിടിച്ചേക്കുമായിരുന്നോടാ? കാണാണ്ടിരിക്കാനായിട്ട് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ പ്രെഡിക്ട് ചെയ്ത് ഇവന്മാര് ഇത് ആ ബോബോയ് കൺപോയിന്റ് ചെയ്തില്ലാണ്. അവൻ മാത്രമേ ആദ്യം ഉണ്ടായുള്ളൂ. ബാക്കി വന്ന രണ്ടുപേര് രണ്ടമ്പലി ബാക്കപ്പ് വന്നു. അപ്പൊ എനിക്ക് ഉറപ്പായിരുന്നു ഇങ്ങനെ ബാക്കപ്പ് വരുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി നിൽക്കാത്ത. മനസ്സിലായി. ഇവനെ ബോബോനെ കൊടുത്ത് ഞാൻ പറഞ്ഞു അളിയാ നീ മാക്സിമം ചൊറഞ്ഞു കളിയാ, ഞാൻ മേളിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ മേളിൽ കയറിയിരുന്നു ആദ്യമേ. ഒരു റീലോഡ് പോലും ചെയ്തില്ല. സത്യം നമ്മളൊക്കെ പുറകിൽ നിന്ന് അടിച്ചാലടാ കറക്റ്റ്. പാനിക്ക് കഷത്തിന്റെ സാധനത്തിന്റെ ഇടയ്ക്കൂടെ 2 വെടി ആദ്യം പോവും. അത് റീലോഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും അവൻ അവിടുന്ന് ഗണ്ണെടുത്ത് വെടിവെച്ചിടും. ഒരു സംശയവും ഇല്ല. അങ്ങനെയല്ല ഈ കളിക്കകത്ത് വെടിവെക്കാൻ പറ്റൂല. പിന്നെ വാലോറന്റിൽ പുറകിൽ നിന്ന് വെടിവെക്കാൻ പറ്റത്തില്ല. അതെല്ലാ ഗെയിമിലും അങ്ങനെയാണ്. വാലോറന്റിൽ പുറകിൽ നിന്ന് വെടിവെക്കാൻ പറ്റൂല. അയ്യോ, നമുക്ക് ഡിസ്കോ ട്രോൾസ് കണ്ടുവിടാം ഗൈസ്. എന്റെ അമ്മോ. സിംഗേര ഞാൻ വേറൊരു കാര്യം പറയാം. സിംഗേര് വേറെ ലെവല് മനുഷ്യനാ. ഞങ്ങള് ഷോസിനൊക്കെ പോകുമ്പോ ഫെജോബ്രോയുടെ കൂടെ പുള്ളി വരാറുണ്ട്. നമ്മള് കുറെ ദിവസം കൂടുണ്ട്. പുള്ളിയുടെ കൂടെ ഒരു 10 മിനിറ്റ് നിങ്ങൾ സംസാരിച്ച് നോക്കണം. ഇങ്ങേര് ശരിക്കും പറഞ്ഞാൽ മറ്റേ ഇതാ
തൊണ്ടയിൽ വെച്ച് കിടക്കണ മനുഷ്യനാണ്. മറ്റേ മഹേഷ് മിമിക്സ് ഇല്ലേ, പുള്ളിയെ പോലെ തൊണ്ടയ്ക്കകത്ത് വെച്ച് കിടക്കണ സാധനമാണ്. നമ്മള് മറ്റേ സിനിമാ നടന്മാരോടൊക്കെ സംസാരിക്കുന്ന പോലത്തെ ഫീൽ കിട്ടും ഇവരോട് സംസാരിക്കുമ്പോ. എല്ലാവരുടെ സൗണ്ട് സംസാരിക്കും നമ്മളോട്. പ്രേമത്തിലെ നിംബോളെ കണ്ടോണ്ടാ? ഇല്ല. കണ്ണാപ്പില്ലേന്നിട്ട് നോക്കാവോ? കണ്ണാപ്പിടലെയോ? ആ ജർമ്മൻ കണ്ണാപ്പി. അതെടുത്തേ. നീ റെഡി ആയിരിക്കും. ചാലഞ്ച് ഇട്ടിട്ടുണ്ട്. നമുക്ക് 45 ഡിന്നർ കളിക്കണം. ഇത് തിളക്കത്തിലെ ദിലീപ്. ജോക്കർ ബ്രോ അല്ലേ നമ്മുടെ ജോക്കർ ബ്രോ. ഇതാണ് പ്രേമത്തിലെ രവിമ്പോൾ. ഇത് തിളക്കത്തിലെ ദിലീപ്. 45 ഡിന്നർ കളിക്കണം. കളിച്ച് സംതിങ് എനിക്കെല്ലാം നീ എന്തിനാ കണ്ണാപ്പി കളിയാക്കണം? നിന്നേക്കാൾ സുന്ദരാണ് കണ്ണാപ്പി. ടിവിയിൽ ഒരു ഗ്ലാമർ ഉള്ള ഒരു പയ്യൻ ഉണ്ടെങ്കിൽ അത് കണ്ണാപ്പി തന്നെയാ. കണ്ണാപ്പി കഴിഞ്ഞിട്ടേ ഉള്ള ആളെ നീ കൺവേർട്ട് ചെയ്യല്ലേ? ഞാൻ മീശയാണേ പറഞ്ഞവന്റെ. മീശയൊന്നും അല്ല. നീ അവളെ കളിയാക്കൊന്നും വേണ്ട. വലിയ സുന്ദരം വന്നേക്കുന്നു. ഇന്നേ പറഞ്ഞ എനക്കൊരു പൂട പോലും പൊടിച്ചിട്ടില്ലല്ലോ. അതിന്റെ വിഷമല്ലേ എനക്ക്? എടാ എന്റെ ലൈവിൽ വന്ന അനാവശ്യം പറയരുത്. എനിക്കത് ഇഷ്ടമല്ല. അളിയ എന്റെ ഫാമിലി ആയിട്ടുള്ള ആൾക്കാർ കാണുന്ന 10-15,000 പേരില്ല ഫാമിലി ആയിട്ട് കാണുന്ന ലൈവാ എന്റെ. ഇവിടെ അനാവശ്യമായിട്ടല്ലെന്നല്ലേ പറഞ്ഞു. എന്റെ ഈ തെറിയൊന്നും പറയാൻ പറ്റത്തില്ല. മനസ്സിലായ? ഹോം തിയേറ്ററിൽ വരെ ലൈവ് കാണുന്നവരുണ്ട് എന്റെ. ഞാൻ മീശയുടെ പറഞ്ഞ മീശ. നീ ഒരു മിഥുനും എല്ലാം വന്ന് എന്റെ ലൈവില് സമാധാനം കളഞ്ഞു. ഈ ആനവാല കിട്ടില്ലല്ലേ? നിന്റെ മീശ എന്തിരും ഒന്ന് മറ്റേ കോർത്തിട്ടേ എനിക്കൊരു മോതിരം ഉണ്ടാക്കാൻ. ആർക്ക്? അച്ഛന് കൊടുക്കാനാ നിനക്ക്? അച്ഛനെ കൊടുക്കാൻ. എടാ ഒരു ആവശ്യം പറയാൻ വിളിക്കുമ്പോ ഫോൺ എടുക്കണം. അല്ലാതെ ഒരാള് ചാവയുടെ ഞാനിപ്പോ ചാവാ റോഡിൽ കിടക്കുമ്പോഴാണ് നിന്നെ വിളിക്കുന്നെങ്കിലും അറിയാ. ഞാൻ കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ അപ്പൊ വിളിക്കൂലേ? അല്ല അളിയാ, അതെനിക്ക് ബാഡായ അളിയാ. ഞാൻ ഇപ്പൊ ചാവാൻ കിടക്കുമ്പോഴാണ് നീ തിരിച്ചു വിളിച്ചത്. എന്റെ ഏകദേശം ഒരു പറയാ മറ്റേ വെട്ടി അടക്കി കഴിയുന്ന സമയത്താണ് നീ തിരിച്ചു വിളിച്ചത്. അത്രയും ഡിലേ ഉണ്ടായിരുന്നു അളിയാ. കൂടുതൽ വരുമായിരുന്നു. ഇൻസ്പയർഡ് ഫ്രം എലിയെന്ന്. സത്യമല്ലേ? ആ റേഞ്ചിലേക്ക്. എടാ ഡ്രീമറിന്റെ ഒക്കെ റേഞ്ച് ഇപ്പൊ അതാ. ഒരു മിനിറ്റ്, ഒരാൾ അവിടെ ഭയങ്കരമായിട്ട് ചിരിച്ചു കാണിക്കുന്നു. ജസ്റ്റ് ഒന്ന് എടുത്താക്കണം. അല്ല ഭയങ്കര വിഷമോ, അതുകൊണ്ടാ. ഒന്ന് വന്നിട്ട് നോക്കും. എനക്കൊരു അവസരം താടാത്. കമ്മ്യൂണിസ്റ്റ് ആക്കിയല്ലേ ചെറുക്കനെ? പിന്നെ TV ഗ്യാങ്സ് ആണ്. ഈ ക്ലാസ് എന്താ പാർട്ടിന്ന് കൊണ്ടുവരല്ലേ? ഇഷ്ടപ്പെട്ട കേട്ടാ. സീൻ തന്നെ അല്ലേ? വേണ്ടേ ഇതൊന്നും അല്ല വേണ്ടേ. അവനിങ്ങനെ ലൈവിലൊക്കെ ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണം. ഇതൊക്കെയാണ് ഇവന് വേണ്ടത്. ഇനി അങ്ങോട്ട് പോണം കേട്ടാ. അങ്ങോട്ട് പോണം. ഇവിടെ നോക്കി എല്ലാരും ഇത് ഹായ് കൊടുത്ത്. ഹായ്. ഇങ്ങോട്ട് നോക്ക്. ഞാൻ വലുതാക്കി ധർമ്മന് വിളിക്കുന്നത്. മിസ്റ്റർ ധർമ്മൻ. ധർമ്മന് വിളിക്കുന്നത്. ഇവിടെ ധർമ്മൻ നോക്ക്. ധർമ്മന് വിളിക്കുന്നത്. എന്ത് വേട ഇതൊക്കെ എന്ത് വേട? ഞാൻ ഇത് ഞാൻ അവന്റെ ഇതാണ് ഇത് പറയണേ. അവന്റെ സൈഡിൽ നിന്ന് പച്ച നീല മഞ്ഞ കൊള്ളാല്ലേ. നീ കൂടുതൽ ഡബ് ചെയ്യല്ലേ ചെറുക്കനെ നീ ഡബ് ചെയ്യല്ലേ. നിന്റെ വായി നല്ലതൊന്നും വരൂല. ഇപ്പൊ അങ്ങനെ ഞാൻ ഒന്നും പറയാത്തരായിരുന്നു പ്രശ്നം. ഇപ്പൊ വല്ല ഉത്തുപോലെ വല്ല പറഞ്ഞു തന്നെയാണ് ഇപ്പത്തെ പ്രശ്നം. ഹെഡ്സെറ്റ് വെച്ചു കൊടുക്കാനാണ്. ഹെഡ്സെറ്റ് ഒന്നും വെച്ചു കൊടുത്ത ഭയങ്കര പ്രശ്നമാണ്. ഹെഡ്സെറ്റ് ഒന്നും വെച്ചു കൊടുക്കാനുള്ള പ്രായമായില്ല. അപ്പൊ നമുക്ക് എടാ ഒന്ന് ഇറങ്ങി പോടാ. ഞാൻ ഇതൊന്ന് കണ്ടോട്ടളിയാ. കാണാം. ശരി ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. ഇവയെ തിരക്കെന്ന് പറഞ്ഞേരെ. പറഞ്ഞേക്കാം. ചക്കരഭാവിൽ ജാതി കുത്താട്ട് കിളിപ്പൂമകളിൽ നീയലിയും പൂങ്കനരാണ് ഇലക്കുപ്പിടിലായി പെയ്തു
നിറക്കിടവാണ് അലിവോടെ വരും സാന്ത്വനമാണ്. ഇതിലോ കനവിലെ ചിറകുമായി വെയിലിലെ അർജുൻ കനവു അലിയുവാൻ കപ്പുപോലെ കപ്പുപോലെ ഉച്ചവിതാകെ എന്ത് പെർഫെക്ഷൻ അല്ലേടാ, സമ്മതിച്ച് കൊടുക്കണോടാ. നമ്മുടെ കേമ സണ്ണി വെച്ച ലാൽ ആൻഡ് തിലക് ജി മാസ്മരിക സീൻ. ये तो कष्ट हो गया എവിടെ വെച്ചാണെന്ന് ഭൂലി ഗയാ എത്രയായിട്ടും അങ്ങോട്ട് नहीं मिल रहा है തിരുമേനി ഭൂൽ ഗയാ हम दोनों अमेरिका में. बाप रे सन्नी अंबट केमा सन्नी बच्चा तुमने मुझे पति छूटो है ये क्या എന്തൊക്കെ സാധനമാണ് ഇതൊക്കെ.